അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി. എൻ്റെ പേര് ലിസ്മരിയ, ഇതെൻ്റെ ഹസ്ബൻഡ് മെൽവിൻ. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ബ്രിസ്ബെയിനിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരിയിലാണ്. എൻ്റെ ഹസ്ബൻഡ് ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഒരു വർഷമായിട്ട് ജോലി കിട്ടുന്നില്ലായിരുന്നു, സെയിം ഫീൽഡിൽ തന്നെ. കുറേയേറെ കമ്പനികളിൽ പല പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തു, CV അയച്ചു, നേരിട്ട് കൊണ്ടുപോയി കൊടുത്തു. അതല്ലാതെ പല പല പ്ലാറ്റ്ഫോമുകൾ വഴി ഞങ്ങൾ അപ്ലൈ ചെയ്തു, എന്നിട്ടൊന്നും ജോലി കിട്ടുന്നില്ലായിരുന്നു. ജോലി അപ്ലൈ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളൊരു ധാരണ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെറിറ്റിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ പറയുന്നത് പോലെ ഓസ്ട്രേലിയയിൽ വരുന്നതിന് മുന്നേ ഹസ്ബൻഡ് GCCയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 7 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ഇത്രയേറെ എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ അപ്പം തന്നെ ജോലി കിട്ടും എന്നതായിരുന്നു ഞങ്ങളുടെ ധാരണ. പക്ഷേ വിപരീതമായിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ളതായിരുന്നു ഞങ്ങളുടെ ഭീഷണി. എവിടെയൊക്കെ ചെന്നാലും അവർ പറയുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല എന്നതായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഫെബ്രുവരിയിൽ ഞങ്ങൾ തിരിച്ചു പോയി. ഏപ്രിൽ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. അത്ഭുതം എന്ന് പറയുന്നത് ആ ജോലി ഞങ്ങൾ അപ്ലൈ ചെയ്തത് നവംബറിലാണ്. അതിൻ്റെ ഇൻ്റർവ്യൂ കോളാണ് ഞങ്ങൾക്ക് ഏപ്രിൽ വന്നത്. ഓസ്ട്രേലിയൻ റെഗുലേഷൻ അനുസരിച്ച് ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ വിത്തിൻ ഒരു 1 മന്ത് കഴിയുമ്പം അതിൻ്റെ റിപ്ലൈ വരേണ്ടതാണ്. പക്ഷേ 6 മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് റിപ്ലൈ വന്നത്. വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ ജോലിക്ക് വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ നേരിട്ട് CV കൊണ്ടുപോയി കൊടുത്ത് വേറെ ഒരു പ്ലാറ്റ്ഫോമിലും അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല ഇങ്ങനൊരു ജോലി വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് വേറെ ആരും അതിനില്ലാത്തത്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ജോലി കിട്ടുപോലുമില്ല. കാരണം ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസും ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഉള്ള കുറേയേറെ ആളുകളുണ്ട്, അവർക്ക് ആർക്കെങ്കിലും ആ ജോലി കിട്ടും. പക്ഷേ ഇത് നമുക്കായിട്ട് അമ്മ മാതാവ് കരുതി വെച്ചിരിക്കുന്ന ജോലി ആയതുകൊണ്ട് അത് നമുക്കായിട്ട് മാത്രം അവിടെ ഇരിക്കുവാണ്. അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴാണെങ്കിലും മാനേജർ ഹസ്ബൻഡിനെ കൊണ്ടുപോയി എല്ലാ സ്ഥലവും നമുക്ക് ജോലി കിട്ടിയതുപോലെയാണ് കാണിക്കുന്നത്. നമ്മുടെ സീറ്റ്, നമ്മുടെ വണ്ടി, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ ഓരോന്ന് കാണിച്ചു തരുവാണ്. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു ജോലി അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾ ചോദിച്ചതിൽ കൂടുതൽ ശമ്പളം നൽകിയാണ് ഞങ്ങൾക്ക് ആ ജോലി കിട്ടിയത്. ഇനി അടുത്ത സാക്ഷ്യം പറയാനായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് കയ്യിൽ മൈക്ക് കൊടുക്കാം. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി. ഒത്തിരി നാളായി കൊതിച്ചിരുന്ന ഒരു ദിവസമാണ് ഇന്ന് ഈ ദൈവസന്നിധിയിൽ വന്ന് ഞങ്ങളുടെ സാക്ഷ്യം പറയാമെന്നുള്ളത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത്, അതായത് റാലിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ വൈഫ് വന്ന് സാക്ഷ്യം പറയാൻ പ്ലാൻ ചെയ്തിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അന്ന് എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല. ആ ജോലിയിൽ കയറിയിട്ട് 6 മാസമായതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ 1 കൊല്ലത്തേക്ക് നീണ്ടുവന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 സാക്ഷ്യം ഇപ്പോൾ ഈ സന്നിധിയിൽ പറയാനായിട്ട് ഇടവന്നു. ജോലിയോട് സംബന്ധിച്ച പോലെ തന്നെ ജോലി എപ്പോഴും ഒരു പ്രയോറിറ്റി ആയിരുന്നെങ്കിലും അടുത്തതായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് വന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വിസ പെർമനൻറ്റ് റെസിഡൻസിലേക്ക് മാറണമെന്നുണ്ടായിരുന്നു. ഞാൻ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ്, ഇവളുടെ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് ഓസ്ട്രേലിയയിലേക്ക് പോയത്, അതായത് ഒരു ടെമ്പററി വിസയിൽ. എനിക്ക് ജോലി കിട്ടുമ്പോൾ ഏകദേശം 6 മാസത്തേക്ക് മാത്രമാണ് ഞങ്ങൾക്ക് വിസ ഉണ്ടായിരുന്നുള്ളൂ. വിസ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റുഡൻറ്റ് ലൈഫ് വീണ്ടും ഓപ്പൺ ചെയ്യണം. അതേ രീതിയിൽ ഒത്തിരി ഫൈനാൻഷ്യൽ ബേർഡൻസ് വരുന്നതിനാൽ ഞങ്ങളതങ്ങനെ ഒത്തിരി വേറി ആയിട്ടിരിക്കുകയായിരുന്നു. ജോലി കിട്ടി 6 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ മാനേജറായിട്ട് റിക്വസ്റ്റ് ചെയ്തു, അതായത് കമ്പനി സ്പോൺസർ ചെയ്യണം. ഞങ്ങളിങ്ങനെ ഒരു ഡിലേമേ സിറ്റുവേഷനിലാണ്. സാധാരണഗതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാണ്, കെമിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ്. സാധാരണ ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ UK കാനഡ എന്ന് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ നേഴ്സസാണ് പ്രിഫറൻസ്, ഹെൽത്ത് സെക്ടറാണ്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സെക്ടറിൽ ഒരു മുൻപരിചയമില്ലാത്ത ജസ്റ്റ് ഒരു 6 മന്ത്സിൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആ കമ്പനിയിൽ നിന്നുകൊണ്ട് സ്പോൺസർഷിപ്പിന് റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നമ്മൾ വിചാരിക്കുന്നതിൽ അതീതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ മാനേജറായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല, കാരണം നിനക്ക് ഓൾറെഡി വിസയുണ്ട്, നിനക്കിവിടെ വർക്ക് ചെയ്യാം, കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും. അതല്ലാതെ റെസിഡൻസി, പെർമനൻസി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷനും എനിക്കില്ല. ബട്ട് എന്നിരുന്നാലും ഞാൻ മാനേജ്മെൻറ്റായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്താമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ വൈഫായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ അവിടെയും ഈ പറഞ്ഞ രീതിയിൽ 6 മാസം മുമ്പ് CV കൊടുത്ത് ഞങ്ങൾ ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി കൊടുത്തത് ഒരു 6 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് റിപ്ലൈ വന്നത് അതേ രീതിയിൽ ഒരു വലിയൊരു അത്ഭുതം 3 മാസം കഴിഞ്ഞപ്പോൾ നവംബർ
2024 നവംബറിൽ 20-ാം തീയതി ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. ജാനുവരി 20-ാം തീയതി ഞാൻ അങ്ങോട്ട് പോലും ചോദിക്കാതെ എൻ്റെ മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു, മെൽവിൻ, വി ആർ ഹാപ്പി ടു സ്പോൺസർ യു. ആ ഒരു നിമിഷം എന്ന് പറയുന്നത് അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അത് തീർച്ചയായിട്ടും അമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. അതുപോലെ എപ്പോഴും സ്പോൺസർഷിപ്പ് ഒരു വളരെ ചിലവേറിയൊരു സംഭവം തന്നെയാണ്. ഏകദേശം 8.5 ലക്ഷത്തോളം എക്സ്പെൻസസാണ് സാധാരണഗതിയിൽ ഒരു 2 പേർക്ക് ഏകദേശം എക്സ്പെൻസ് വരുന്നത്. ഒരു ഒറ്റ പൈസ പോലും ചിലവില്ലാതെയാണ് എന്നെ കമ്പനി സ്പോൺസർ ചെയ്തത്. 8.5 ലക്ഷം രൂപയും കമ്പനി തന്നെ എടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മെഡിക്കലിൻ്റെ എക്സ്പെൻസ് അല്ലാതെ വേറെ ഒരു പൈസയും, അതായത് ഓൾമോസ്റ്റ് ഒരു 25,000 രൂപയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്ത് വന്ന ആ ഒരു എമൗണ്ട്. അപ്പോൾ ആപ്ലിക്കേഷനെല്ലാം വളരെ ഫാസ്റ്റായിട്ട് അവർ ഫോർവേഡ് ചെയ്തു. ഇപ്പോൾ നിലവിൽ PR-ൻ്റെ ഫൈനൽ ഗ്രാൻഡ് പ്രോസസ്സിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഇവിടുന്ന് ഞങ്ങൾ പത്രം കൊണ്ടുപോയി അവിടെ പള്ളികളിൽ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷുകാർക്ക് ഞങ്ങൾ വിതരണം ചെയ്യും. ആദ്യമൊക്കെ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഭയം ഉണ്ടായിരുന്നു, അവരത് വാങ്ങുമോ, അവരതെങ്ങനെ എടുക്കും, ഇവിടുത്തെ പോലെ എല്ലാവരും ഒന്നും അങ്ങനെ മേടിക്കത്തില്ല, എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് കൊടുക്കാൻ തുടങ്ങിയപ്പം എല്ലാവരും ഭയങ്കര രീതിയിൽ വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാനും അതേപോലെ ഇതെന്താണ് കാര്യം എന്നൊക്കെ അറിയാനും ഒരുപാട് ആഗ്രഹമായിട്ട് കുറേ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നു. അതുപോലെ ഉപ്പും തേനും അങ്ങനെ വിശുദ്ധ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് പോകാറുണ്ട്. അതേപോലെ അവർ പിന്നീട് ഞങ്ങൾ പള്ളിയിൽ ചെയ്യുമ്പോൾ ചോദിക്കും, പത്രമുണ്ടോ, നെക്സ്റ്റ് പത്രമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു മാസം ഒരു ഇന്ന തുക എന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റിവെക്കും. അത് കാരുണ്യ പ്രവൃത്തികൾക്കായിട്ട് ഞങ്ങൾ ഉപയോഗിക്കും. പിന്നെ വലിയൊരു കാര്യം ഉടമ്പടിയിൽ ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആത്മീയ ജീവിതമാണ്. അത് വളരെ വലിയൊരു രീതിയിൽ മാറി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. അതേപോലെ തന്നെ പുറത്തൊക്കെ ജീവിക്കുന്നവർക്കറിയാം, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികൾ വരുമ്പോൾ നമ്മൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ചിലപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ഒരു പരിപാടി ഇല്ലെങ്കിൽ വൈകുന്നേരം വീട്ടിലുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥനയിലേക്ക് പങ്കെടുക്കാം എന്നുള്ള രീതിയിൽ നിന്ന് ഇപ്പോൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ എന്തുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്ക് ഞങ്ങൾ മാറി. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് 1000 നന്ദി. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പർ വർക്കിന് എന്തെങ്കിലും തടസ്സങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങൾ നേരിടുമ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അന്നേരം ആ പള്ളിയിൽ ഉണ്ടാകുന്ന ബൈബിൾ വായന എന്ന് പറയുന്നത് ദ ലോർഡ് വിൽ റിമെമ്പർ ഹിസ് കവനന്റ് ഫോർ എവർ എന്ന് പറയുന്നൊരു വചനമായിരുന്നു. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെയും നമ്മൾ ഉറപ്പിക്കുവാണ്, ഞങ്ങളുടെ ഉടമ്പടി പിന്നെയും മാതാവ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വേറെ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. നേർച്ച വസ്തുക്കളായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഇൻ്റർവ്യൂവിന് പോയപ്പം ഉപ്പ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഞങ്ങൾ 2 പേരും ജോലിക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ഞങ്ങൾ കുരിശ് വരച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം അരുളി ചെയ്യുന്നു, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയേക്കാൾ ചെറുതായിരുന്നു. ഇന്ന് കൃപാസനത്തിൽ ലിസ്മരിയ തങ്കച്ചൻ ദമ്പതികൾ 2 പേരും ഇവിടെ വന്നു നിന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് തങ്ങളും തങ്ങളുടെ കുടുംബവും എങ്ങനെ മാറി എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുക. എല്ലാം തങ്ങൾക്ക് സാധിക്കും. ഹസ്ബൻഡിന് 7 വർഷത്തോളം സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ മറ്റൊന്നും ചിന്തയില്ല, തനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ജോലി റെഡിയാണ്. 2 പേരും അങ്ങനെ തന്നെ വിശ്വസിച്ചു. എന്നാൽ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം സാധ്യമാക്കി തരുന്നത് എന്നുള്ള ആ ഒരു വെളിപ്പെടുത്തൽ ഇന്ന് ഈ മക്കൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഞങ്ങൾ കഴിവിൽ വിശ്വസിച്ചു, ഞങ്ങളുടെ മെറിറ്റിൽ വിശ്വസിച്ചു, എന്നാൽ ഈ മെറിറ്റ് ഒന്നുമല്ല എന്നുള്ളത്
അതുതന്നെയാണ് നിയമാവർത്തന പുസ്തകം 7:7 നാം ഇന്ന് വായിച്ചു കേട്ടതും. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് നാം മറ്റെല്ലാ ജനതകളെയും വലിയവരായതുകൊണ്ടല്ല, ചെറുതായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഇവർ പൂർണ്ണമായും വിശ്വസിക്കുകയാണ് തങ്ങൾക്ക് ലഭിച്ചത് ദൈവിക ദാനമാണെന്നും അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ഉടമ്പടി അനുഭവമായിട്ട് മാത്രം ഈ മക്കൾ ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് എത്രയേറെ നേരമാണെങ്കിലും ഇവിടെ നിന്ന് ഈ സാക്ഷ്യം പറഞ്ഞിട്ടേ പോകൂ എന്നുള്ള ഒരേ ഒരു നിശ്ചയദാർഢ്യത്തോടെ തന്നെ പല മക്കളും ഇന്ന് ഇവിടെ ആയിരിക്കുക. അങ്ങനെ തൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയത്, പിന്നീട് ആ ജോലി അത് മറ്റൊരു വേക്കൻസിയോ ആരും പബ്ലിഷ് ചെയ്തിരുന്നത് പോലുമല്ല, അത് പബ്ലിഷ് ചെയ്തത് ഒരേ ഒരാൾ മാത്രമാണ്, സ്വർഗത്തിൻ്റെ അമ്മ. ആ അമ്മയ്ക്ക് മാത്രമേ അറിയാമുള്ളൂ അത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ജോലിയാണെന്ന്. അതിവർക്ക് വേണ്ടി അമ്മ ഒരുക്കിയ വിരുന്നായിരുന്നു. അതിന്ന് ഇവർ ആസ്വദിക്കുകയാണ് തങ്ങളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ആധ്യാത്മികമായിട്ട് ഇന്ന് തങ്ങൾ ഒത്തിരിയേറെ മാറി. ഞങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള ഈ കാര്യങ്ങൾ അത് വളരെ ഏറെ അമ്മ ഞങ്ങൾക്ക് നൽകി, അമ്മയിലൂടെ ഈശോ ഞങ്ങൾക്ക് നൽകി. അത് ഞങ്ങൾക്ക് വേണ്ടത് തന്നെയാണ്. എന്നാൽ എല്ലാറ്റിലും ഉപരിയായി ആത്മീയമായിട്ട് ഞങ്ങൾക്ക് ഉണർവുള്ളവരാകുവാൻ കഴിഞ്ഞു. ഞങ്ങൾ മന്ദഗതിയിലായിരുന്നു. ആ മന്ദോഷ്ണരായിരുന്ന ഞങ്ങളെ ഇന്ന് തീ ഊതി, കനൽ എങ്ങനെയാണ് ഊതി അത് തീപ്പൊരിയാവുക, ആ ഒരു തീഷ്ണതയാണ് ഇന്ന് ഈ മക്കൾക്ക് ഇവിടെ കിട്ടിയിരിക്കുക. തീർച്ചയായും ഇത് തന്നെയാണ് ഉടമ്പടി അനുഭവത്തിൻ്റെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതും. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.